अस्सलामु अलैकुम ഫ്രണ്ട്സ്. ഇന്ന് നല്ല സൂപ്പർ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കിളിമീൻ വെച്ചിട്ടുള്ളൊരു മപ്പാസാണ്. പല നാട്ടിലും പലതാ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ കിളിമീൻ എന്ന് പറയും, കരുനാഗപ്പള്ളി തെക്കോട്ടൊക്കെ ചെങ്കലവ അങ്ങനെ പറയും, പല പേര് പറയുന്നുണ്ട്, പുതിയാപ്ലക്കോര അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കിളിമീൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ചെറിയൊരു മാരിനേഷൻ കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലോണം അത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അത്രയും നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുക. രണ്ട് സൈഡും നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. പിന്നെ നമ്മൾ കറിയിലിടുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും. എന്നാലും അതുകൊണ്ടിട്ട് നമ്മൾ നല്ലോണം മൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ആ പാനിലോട്ട് തന്നെ, ആ ഓയിലിലോട്ട് തന്നെ നമ്മൾ ഒരു 2 സവോള, ചെറുതാണെങ്കിൽ 2, വലുതാണെങ്കിൽ 1 സവോള നല്ലോണം വഴറ്റിയെടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിടത്തില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് 3 കൂടെ ചതച്ചത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. സാധാരണ കരിമീനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പും ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഇന്നൊന്ന് വീഡിയോ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇനി അത് നന്നായിട്ട് നല്ലോണം വഴന്ന് വരാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് പൊടികൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഇത്രയാണ് നമ്മൾ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. എരിവിന് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അങ്ങനെ അത് പൊടികളൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഇത് തിളപ്പിച്ചെടുക്കുക. ഈ മസാല മൊത്തത്തിൽ പിടിച്ച് വരണം. അതിനുശേഷം അതിലോട്ട് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇളക്കുക, അല്ലെങ്കിൽ മീൻ നല്ലോണം പൊടിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് പൊടിയുന്ന മീനായതുകൊണ്ടിട്ട് അത് നല്ലോണം മിക്സായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാൽ 1 കപ്പോളം ഉണ്ട്. അരച്ച് കഴിഞ്ഞ് ഒരു തേങ്ങാപ്പാൽ 1 കപ്പോളം ചേർത്ത് കൊടുത്ത് അതിലോട്ട് തന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതും കൂടി അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഒരുവിധം എല്ലാ ഫുഡും കഴിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ ഇത് നല്ല സൂപ്പർ ആയതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ കരിമീൻ തന്നെ കിട്ടണമെന്നില്ലല്ലോ. നമുക്ക് ഏത് കിട്ടുന്നത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ്. പക്ഷേ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. രാത്രി ചപ്പാത്തിയുടെ കൂടെയും കഴിച്ചു. പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായിട്ടാണ് എനിക്ക് നല്ലോണം കോമ്പിനേഷനായിട്ട് തോന്നിയത്. ഏതിൻ്റെ കൂടെയും പറ്റും കേട്ടോ. പക്ഷെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.